Hello, my dear students. Welcome to banking class. In last class, we studied this banking sector reforms. There are 12 reforms that are implemented in banking according to the recommendations of Narasimha Committee. And then today we are going to study management of NPS on NPS. NPS. What is NPA? Non-performing assets. In last class, we have studied that assets can be classified into two on the basis of performance. That is performing assets and non-performing assets. What is the meaning of non-performing assets? Non-performing assets are those assets which do not generate any income for the bank. Do not generate income. If the asset generates income like interest, it is known as performing asset. Interest is the main income of bank. So today we are going to discuss management of NPAs. NPAs, that is classification of this bank's advances and causes and remedies of NPAs. Then first we should analyze the definition, meaning of NPA. What is NPA? Non-performing asset is an asset of the bank that has failed to produce any income to the bank. Failed to produce any income. That means loans and advances granted to borrowers do not generate interest to the bank. Bank loans, bank's main function എന്ന് പറയുന്നത് accepting deposits and giving loans ആണ്. Loans and advances കൊടുത്തിട്ട് which do not generate any income. Interest കിട്ടുന്നില്ല. ഇൻട്രസ്റ്റും കിട്ടുന്നില്ല, പ്രിൻസിപ്പൽ അതായത് ഇൻസ്റ്റാൾമെന്റ്സ് മുടങ്ങി പോവാണ്. അങ്ങനെ കിടക്കുന്ന അസറ്റ്സിനാണ് പറയുന്നത് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ പെർഫോം ചെയ്യാതെ കിടക്കുകയാണ്, അല്ലെങ്കിൽ തിരിച്ചടയ്ക്കാതെ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന അസറ്റ്സ് ആണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. അതിന് ചില സ്പെസിഫൈഡ് ടൈം ഒക്കെ RBI പറയുന്നുണ്ട്. ഒരു 180 ഡേയ്സ്, 6 മാസം, 180 ഡേയ്സ് വരെ ഇത് മുടങ്ങിക്കിടക്കാണ്. ഡസ് നോട്ട് പേ ദി ഡ്യൂസ് ഫോർ എ പീരിയഡ് ഓഫ് 180 ഡേയ്സ്. അങ്ങനെ വരുമ്പോഴാണ് അത് NPA എന്ന് കണക്കാക്കുന്നത്. ദെൻ 2004 മുതൽ ഈ ഡേയ്സിന്റെ കുറച്ചുകൂടെ കുറച്ചിട്ടുണ്ട്. NPA ഡ്യൂസ് ആർ നോട്ട് പെയ്ഡ് ഫോർ 90 ഡേയ്സ്. 180യുടെ പകുതിയാക്കി 3 മാസം ഡ്യൂ ആയി കഴിയുമ്പോൾ അത് NPA കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് റെക്കമെൻഡേഷൻസ് വന്നിട്ടുണ്ട്. And further, if any advance granted to borrower become NPA, bank will have to treat all other advances given to same borrower as NPA. അതായത് ഒരാൾക്കൊരു ലോൺ, നമ്മളിപ്പോ ഒരു ലോൺ എടുത്തു, ആ ലോൺ പല ലോൺ എടുത്തിട്ടുണ്ട്, ഒരു ലോൺ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ തന്നെ ആ പർട്ടിക്കുലർ പേഴ്സന്റെ എല്ലാ ലോണും എന്തായിട്ട് മാറ്റാന്നാണ് NPA ആണ്. അത് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം ആ ഒരു പേഴ്സന്റെ അസറ്റ്സ് അഡ്വാൻസസ് എല്ലാം NPAക്ക് കൺവേർട്ട് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ മീനിങ് NPA എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് NPA? എന്താ NPA എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോൺ പെർഫോമിംഗ് അസറ്റ്. Then what is the meaning of NPA? Which failed to produce any income to the bank. Which failed to produce income to the bank for the past 90 days. അല്ലെ, 90 ഡേയ്സ് ആയിട്ട് യാതൊരു ഇൻകം ജനറേറ്റ് ചെയ്യാത്ത അസറ്റ്സിനെയാണ് പറയുന്നത് നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത്. നരസിംഹ കമ്മിറ്റിയുടെ ബേസിസിൽ ബാങ്കിന്റെ അസറ്റ്സിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയായിരുന്നു. ഏതൊക്കെയായിരുന്നു? സ്റ്റാൻഡേർഡ് അസറ്റ്സ്, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ്, ഡൗട്ട്ഫുൾ അസറ്റ്സ്, ലോസ് അസറ്റ്സ്. അപ്പൊ പെർഫോമൻസിന്റെ ബേസിസിൽ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, പെർഫോമിംഗ് അസറ്റ്സ് ആൻഡ് നോൺ പെർഫോമിംഗ്. അതുകൂടാതെ അസറ്റ്സിനെ മൊത്തം ക്ലാസിഫൈ ചെയ്യാൻ അഡ്വാൻസസിനെ നമുക്ക് വീണ്ടും 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? സ്റ്റാൻഡേർഡ് അസറ്റ് ഉണ്ട്, സബ് സ്റ്റാൻഡേർഡ് ഉണ്ട്, ഡൗട്ട്ഫുൾ ഉണ്ട്, പെർഫോമൻസിന്റെ ബേസിസിലാണ് ഇതും വരുന്നത്. സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ബാങ്കിന് പ്രോബ്ലം ഒന്നും ഉണ്ടാക്കത്തില്ല, റെഗുലർ ആയിട്ട് റീപേയ്മെന്റ് നടത്തുന്ന അഡ്വാൻസസിനെയാണ് പറയുന്നത് സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നോർമൽ റിസ്ക് മാത്രമേ ഉള്ളൂ അതിന്. അതിന്റെ
പേയ്മെന്റ്സ് എല്ലാം റെഗുലർ ആയിട്ട് പോകുന്നുണ്ട്. പെർഫോമിംഗ് അസറ്റ്സിനെയാണ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ which are being classified as NPA for a period not exceeding 12 months. Substandard assets. Substandard asset ആണെങ്കിൽ അതിന്റെ പെർഫോമൻസ് കഴിഞ്ഞ 12 മാസമായിട്ട് അത് NPA ആക്കി കിടക്കുന്ന അസറ്റ്സിനെയാണ് പറയുന്നത് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. കേട്ടോ, 12 months ആയിട്ട് എങ്ങനെ കിടക്കുകയാണ്? NPA ആക്കി കിടക്കുന്ന അസറ്റ്സ് ആണ്. 12 മാസമായിട്ട് തിരിച്ചടയ്ക്കുന്നില്ല, അതിനെയാണ് സബ്സ്റ്റാൻഡേർഡ്. ദെൻ ഡൗട്ട്ഫുൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ വിച്ച് റിമെയിൻഡ് ആസ് NPA ഫോർ എ പീരിയഡ് എക്സീഡിംഗ് 12 months. 12 മാസം വരെ കിടക്കുന്നത് സബ്സ്റ്റാൻഡേർഡ്. 12 മാസവും കഴിഞ്ഞിട്ട് അതിൽ കൂടുതലായ അസറ്റ്സിനെയാണ് NPA ആയിട്ട് 12 മാസം വരെയുള്ള സബ്സ്റ്റാൻഡേർഡ്. 12 മാസം കഴിഞ്ഞിട്ടുള്ളതാണ് ഡൗട്ട്ഫുൾ അസറ്റ്സ് ആണ്. അതായത് കിട്ടോ ഇല്ലയോ എന്ന് നമുക്ക് നല്ലതായിട്ട് മറ്റേത് റിക്കവർ ചെയ്യാമെന്നുള്ള പ്രതീക്ഷയാണ് സബ്സ്റ്റാൻഡേർഡ് ആക്കിയിരിക്കുന്നത്. അതായത് 12 months ആണ്, നമുക്ക് എങ്ങനെയെങ്കിലും കിട്ടും. അതായത് ഡൗട്ട്ഫുള്ളിലോട്ട് പോയിട്ടില്ല. 12 months കഴിഞ്ഞ് 2 years ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതൊക്കെ ഏതിൽ വരുവാണ്? ഡൗട്ട്ഫുൾ അസറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ ആ സമയത്ത് എന്താണ്, നമ്മളിങ്ങനെ അത് ക്ലിയർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ ക്ലിയർ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അത് വീണ്ടും 4ാമത്തെ സെക്ഷനിലോട്ട് വിടുകയാണ്. ഏതാണ്? ലോസ് അസറ്റ്സ് ആയിട്ട് വിടുകയാണ്. അതായത് ഓഡിറ്ററും ഇൻസ്പെക്ടർ ഐഡന്റിഫൈ ചെയ്യാണ് ഇത് കിട്ടാൻ പോകുന്നില്ല, അതപ്പോ ഏതാക്കി വിടുകയാണ്? ഇറക്കവറബിൾ ആണ്, നോ റിയലൈസബിൾ വാല്യൂ, സെക്യൂരിറ്റി ഇല്ല. സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് സെക്യൂരിറ്റിന്ന് കുറച്ചൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ യാതൊരു സെക്യൂരിറ്റി ഇല്ല, യാതൊരു പ്രതീക്ഷയില്ലാത്ത അസറ്റ്സിനെയാണ് ലോസ് അസറ്റ്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് അസറ്റ്സ് അപ്പൊ എന്താണ്? പെർഫോമിംഗ് അസറ്റ്സ് ആണ്. സബ്സ്റ്റാൻഡേർഡും ഡൗട്ട്ഫുള്ളും ലോസ് അസറ്റ്സും ഏതി വരും? NPAസിൽ വരും. അപ്പൊ ക്ലിയർ ആയിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത് ഏതേ ഉള്ളൂ? സ്റ്റാൻഡേർഡ് അസറ്റേ ഉള്ളൂ. മറ്റു 3 ഏതാ? NPA ആണ്, നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആണ്. അപ്പൊ 4 തരം അസറ്റ്സ് ഉണ്ടെന്ന് അഡ്വാൻസസിനെ 4ആയിട്ട് ക്ലാസ് ചെയ്യാന്ന് മനസ്സിലായല്ലോ. സ്റ്റാൻഡേർഡ് അസറ്റ്സ്, സബ്സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ, ലോസ് അസറ്റ്സ്. ഫസ്റ്റ് 1 മാത്രമേ ഉള്ളൂ പെർഫോമിംഗ് അസറ്റ്, ബാക്കി 3 എന്താണ്? നോൺ പെർഫോമിംഗ് അസറ്റ്. ദെൻ റീസൺസ് ഓർ കോസസ് ഓഫ് NPA. എന്തുകൊണ്ടാണ് ഇങ്ങനെ NPA വരുന്നത്? ആൻഡ് ദിസ് കോസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ഇന്റേണൽ ഫാക്ടേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വിത്തിൻ ദി ബാങ്ക് തന്നെയായിരിക്കും. ബാങ്കിൽ നിന്ന് വരുന്ന ചില വീഴ്ചകളായിരിക്കും അതിനകത്ത് വരുന്നത്. അതെന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, നോൺ കംപ്ലയൻസ് വിത്ത് ദി നോംസ് ഓഫ് ലെൻഡിങ്. മാനേജേഴ്സ് ഒക്കെ എന്തെങ്കിലും നോംസ് ഓഫ് എല്ലാ ലെൻഡിങ്ങിനും പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും വയലേറ്റ് ചെയ്താൽ, അതിന്റെ ലെൻഡിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്. ഇത് 3 നോക്കിയിട്ട് വേണം കൊടുക്കാൻ എന്നുള്ളതാണ്. അപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും പ്രഷേഴ്സ് ഒക്കെ വന്നിട്ട് ഇത് ഏതെങ്കിലും വയലേറ്റ് ചെയ്താൽ അതൊരു റീസൺ ആയിരിക്കും. പിന്നെ പുവർ ക്രെഡിറ്റ് അപ്രൈസൽ സിസ്റ്റം. നമുക്ക് ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ടെന്നൊക്കെ നമ്മൾ കണ്ടു, സ്കോർ നോക്കിയിട്ട് വേണം കൊടുക്കാൻ. അപ്പൊ ആ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഫെയിലിയേഴ്സ് വന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ പുവർ ക്രെഡിറ്റ് അപ്രൈസൽ സിസ്റ്റം ആയിരിക്കും. So lapse on the part of banker in analyzing this credit rating may lead to increase in NPS. Then third one, poor credit follow up. ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഫോളോ അപ്പ് എന്നുള്ളത്, അതായത് ഈ ലോൺ എടുക്കുന്ന ആ പർപ്പസിന് തന്നെയാണോ യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബാങ്ക് ചെക്ക് ചെയ്യണം. അപ്പൊ അതിൽ എന്തെങ്കിലും വയലേഷൻസ് വരുത്തിയാലും NPA കൂടാം. പിന്നെ ആബ്സെൻസ് ഓഫ് ക്വാളിഫൈഡ് പേഴ്സണൽ. പോസ്റ്റ് ക്രെഡിറ്റും ഉണ്ട്, പ്രീ ക്രെഡിറ്റും ഉണ്ട്. പോസ്റ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട്. പ്രീ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാലോ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ലീഗൽ ഒപ്പീനിയൻ ഒക്കെ എടുത്തിട്ട് വേണം ബാങ്ക് കൊടുക്കാനായിട്ട്. അപ്പൊ അതിലുള്ള ക്വാളിഫൈഡ് പേഴ്സണൽസിന്റെ ആബ്സെൻസും റീസൺ ആകാമെന്ന് പറയുന്നത്. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് ഇന്റേണൽ ആയിട്ടുള്ളത് ബാങ്കിനകത്തുള്ളത്. പിന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. അത് ബിയോണ്ട് മാനേജബിൾ ലിമിറ്റ് ആണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എക്സ്റ്റേണൽ ആയിട്ടുള്ള. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ കോവിഡ് വന്നു, ഭയങ്കരമായിട്ട് സ്ലാക്നെസ് വന്നു. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അതൊരു എക്സ്റ്റേണൽ ഫാക്ടറാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഇൻഡസ്ട്രിയൽ സിക്നസ് ആണ്. ഇൻഡസ്ട്രിയൽ
അതായത് ടെക്നിക്കൽ ഡെഫിഷ്യൻസി വരാം, ഡിക്ലൈനിങ് ഡിമാൻഡ് വരാം, ലേബർ പ്രോബ്ലംസ് വരാം, അതുപോലെ പാൻഡമിക്സ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരാം. അതൊക്കെ എക്സ്റ്റേണൽ ആയിട്ട് വരുന്നത്. അപ്പൊ NPA കൂടും, തിരിച്ചടയ്ക്കാതെ വരും. ഇപ്പൊ ഒത്തിരി NPAs ഇപ്പം ബാങ്കിലൊക്കെ ഉണ്ട്. ദെൻ ഡൈവേർഷൻ ഓഫ് ഫണ്ടാണ്. ഈ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഒക്കെ ലോൺ എടുത്തിട്ട് പ്രൊഡക്റ്റീവ് അല്ലാതെ അൺപ്രൊഡക്റ്റീവ് ആൻഡ് സ്പെക്കുലേറ്റീവ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യും. പിന്നെ അവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോ അത് NPA കൂടാനായിട്ട്. Such diversion of may lead to loss in business and hence growth of NPA. പിന്നെ വിൽഫുൾ ഡിഫോൾട്ട് ഉണ്ട്. ഡിഫോൾട്ട് കമ്മിറ്റഡ് ബൈ ബിസിനസ് ടൈക്കൂൺസ്. ബിസിനസ് ടൈക്കൂൺസ് ഒക്കെ വിജയമാല അങ്ങനെയുള്ളവരൊക്കെ വരുത്തുന്ന, അതായത് പർപ്പസ്ഫുള്ളി ലോൺ എടുത്തിട്ട് മുങ്ങി നടക്കുന്ന അത്തരത്തിലുള്ള വിൽഫുൾ ഡിഫോൾട്ട്. ദെൻ എക്കണോമിക് റിസഷൻ. ഇതിപ്പോ ഈ പാൻഡമിക് ഒക്കെ വന്നിട്ടുള്ള പോലെ fall in demand and inventory. അപ്പൊ അവർക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ബിസിനസ് ഒന്നും ഗ്രൂം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ വന്ന് അവർക്ക് റീപേയ്മെന്റ് കപ്പാസിറ്റി കുറഞ്ഞു പോയിട്ട് NPA കൂടുകയാണ് ചെയ്യുന്നത്. ഈ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് NPAയുടെ റീസൺസ്. ദെൻ ഇമ്പാക്ട് ഓഫ് NPA എന്തൊക്കെയാന്ന് നോക്കി. NPA കൊണ്ട് ഉണ്ടാകുന്ന ഇമ്പാക്ട്, എക്കോണമിയിൽ വരുന്ന ഇമ്പാക്ട്. പാരലൈസസ് എക്കണോമിക് ഗ്രോത്ത്. NPA കൂടുമ്പോഴത്തേക്ക് ഇക്കണോമിക് ഗ്രോത്ത് പാരലൈസ്ഡ് ആയി പോവുക ചെയ്യുന്നു. എക്കണോമിക് ഗ്രോത്ത് സംഭവിക്കത്തില്ല. മേജർ ഹിൻഡ്രൻസ് ഇൻ ദി ഫ്ലോ ഓഫ് മണി ഇൻ ദി വേരിയസ് സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി. അപ്പൊ എക്കണോമിക് ഗ്രോത്തിന് തടസ്സമായി വരുന്നു. ഹൈ കോസ്റ്റ് ഓഫ് ഫണ്ട്സ്. ജെനുവിൻ ബോറോവേഴ്സിന് അത് കോസ്റ്റ് കൂടുതലാകും. മറ്റൊരു വരുത്തുന്ന ഫെയിലിയേഴ്സ് ഒക്കെ നമ്മൾ വേണം സഫർ ചെയ്യാനായിട്ട്. പിന്നെ ലോ പ്രോഫിറ്റബിലിറ്റി ആണ് ബാങ്കിന്. അതുപോലെ ബാങ്ക്സ് റിലക്റ്റൻസ് ടു ലെൻഡ്. കോർപ്പറേറ്റ്സിനൊക്കെ കൊടുക്കാനായിട്ട് ഇപ്പൊ പേടിയാ ബാങ്കിന്. ഓരോരുത്തർക്കും ചോദിക്കുമ്പോഴത്തേക്ക് ഇവര് പർപ്പസ്ഫുള്ളി ഫ്രോഡ് നടത്താൻ വേണ്ടിയിട്ടാണോ, ഇവര് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുമോ, അങ്ങനെ അങ്ങനെ ഭയങ്കര റിലക്റ്റൻസ് വരികയാണ്. ദാറ്റ് സീരിയസ് റെപ്പർക്കഷൻസ് ഇൻ ദി ഇക്കോണമി. പുവർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, സ്റ്റാൻഡേർഡ് ഇതിനെല്ലാം ബാധിക്കും. അപ്പൊ ഒത്തിരി റെപ്പർക്കഷൻസ് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ദിസ് NPAs. ഇനി ഇതെങ്ങനെ പ്രിവെന്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. പ്രിവെന്റ് ചെയ്യാനായിട്ട് പറയുന്നത് പ്രോപ്പർ സെലക്ഷൻ ഓഫ് ലോൺ പ്രപ്പോസൽസ്. ബേസിക് പ്രിൻസിപ്പിൾസ് നോക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. ഫോളോ ദി ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലെൻഡിങ്. ദെൻ ഫിനാൻസിങ്, എക്കണോമിക്കലി വയബിൾ സ്കീംസ്. എക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള, ഫീസിബിൾ ആയിട്ടുള്ള സ്കീംസിന് മാത്രം കൊടുക്കുക. എക്സ്റ്റെൻഡിങ് നീഡ് ബേസ്ഡ് ഫിനാൻസിങ്. ആവശ്യം നോക്കിയിട്ട് അത് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് കൊടുക്കുക. എൻഷുറിങ് പ്രോപ്പർ എൻഡ് യൂസ് ഓഫ് ലോൺസ്. നന്നായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. കണ്ടക്ടിങ് പ്രോപ്പർ പോസ്റ്റ് സാങ്ഷൻ ഫോളോ അപ്പ് ലോൺസ്. കീപ്പിംഗ് ടച്ച് വിത്ത് ബോറോവേഴ്സ് ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് ദെയർ അക്കൗണ്ട്സ്. ബോറോവേഴ്സുമായിട്ട് നല്ല ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ നിൽക്കുക. അവരുടെ അക്കൗണ്ട്സിലൊക്കെ ഒരു ഇൻസ്പെക്ഷൻ. അപ്ഗ്രേഡേഷൻ ഓഫ് ക്രെഡിറ്റ് അപ്രൈസൽ സ്കിൽസ് ഇൻ ദി ബാങ്ക്സ്. ക്രെഡിറ്റ് അപ്രൈസൽ സ്കിൽസ്, ക്രെഡിറ്റ് സ്കോർ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. Then setting up recovery cells in bank lead offices. Recovery നമ്മൾ DRT പറഞ്ഞില്ലേ, അപ്പൊ അതൊക്കെ ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് NPAs കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. NPAs ആണ് ബാങ്കിന്റെ ഒരു വലിയ കേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചതാണ് NPA, മാനേജ്മെന്റ് ഓഫ് NPAs ആണ്. മീനിങ് ഓഫ് NPA, ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ്, then reasons or causes of NPA, അതുപോലെ പിന്നെ എന്തായിരുന്നു ഇമ്പാക്ട് ഓഫ് NPA ആൻഡ് പ്രിവെൻഷൻ ഓർ റെമഡീസ് ഓഫ് NPA. അത്രയാണ് പഠിച്ചത്. then ഇതിന്റെ കൂട്ടത്തില് ഒരു ചെറിയ ടോപ്പിക് കൂടെ ഉണ്ട്, കൺസോർഷ്യം ബാങ്കിങ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്താണ്, ഇപ്പൊ ഒരു വലിയ ഒരു ബോറോവർ വന്നാൽ, ഒരു ബിഗ് ഇൻഡസ്ട്രീസ് വന്നിട്ട് ലോൺ ചോദിച്ച 1 കോടി 2 കോടിയൊക്കെ ചോദിച്ചാൽ ഒരു ബാങ്കിന് തന്നെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ച് ബാങ്ക്സ് എല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഈ ലോൺ പർപ്പസ് മീറ്റ് ചെയ്യുന്നതിനാണ് പറയുന്നത് കൺസോർഷ്യം ബാങ്കിങ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ കോർപ്പറേറ്റ് ബോറോവേഴ്സ് സോ ബിഗ് കനോട്ട് മെറ്റ് ബൈ സിംഗിൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് മാത്രമല്ല, അങ്ങനെ കൊടുത്ത ഈ റിസ്ക് മുഴുവൻ ഒരു ബാങ്കിന്റെ മേല് വരും. അപ്പൊ several banks join hands with each other according to their capacities and meeting the credit needs of large borrowers and share credit risk. അതാണ് അതിൻ്റെ അത് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ റിസ്ക് ഷെയർ ചെയ്ത് പൊക്കോളും. ഇപ്പൊ ജോയിന്റ് ഫിനാൻസിങ് എന്നൊക്കെ ഇതിന് പറയും. പാർട്ടിസിപ്പേഷൻ ലോൺസ് ഓർ ജോയിന്റ് ഫിനാൻസിങ്.
ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ലിമിറ്റഡ് റിസോഴ്സ് റിക്വയർഡ്. ഇപ്പൊ നമ്മളോട് എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ നമ്മളോട് ഇപ്പൊ ആരെങ്കിലും ഒരു 5000 രൂപ കടം ചോദിച്ചു, നിങ്ങൾ സ്റ്റുഡൻസിനോട്, നിങ്ങൾക്ക് അല്ലെങ്കിൽ 1000 രൂപ കടം ചോദിച്ചു ഒരു അത്യാവശ്യത്തിന്, പക്ഷെ നിങ്ങൾക്ക് 1000 രൂപ ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തെടുക്കുക. അപ്പൊ ഓരോരുത്തർക്കും എന്താണ് കുറച്ച് 100 രൂപ ഇടാം. അപ്പൊ ലിമിറ്റഡ് റിസോഴ്സസ് മതി ഒരു ബാങ്കിന്. അതാണ് ഇതിന്റെ ഒരു ഗുണം. ഏബിൾ ടു ഫിനാൻസ് ബിഗ് പ്രോജക്ട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അതർ ബാങ്ക്സ്. ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് റിസ്ക് ആണ്. ഇതിനകത്ത് റിസ്ക് റെഡ്യൂസ് ചെയ്യും. ഓരോരുത്തർക്ക് റിസ്ക് കുറവാണ്. നമുക്ക് പോവുകയാണെങ്കിൽ ഇത്ര എമൗണ്ടേ പോകത്തുള്ളൂ. അതേസമയം നമ്മൾ ഫുൾ കൊടുക്കുകയാണെങ്കിൽ ഫുൾ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ദെൻ ബെനിഫിറ്റ് ഓഫ് ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ എക്സ്പെർട്ടൈസ്. കൺസോർഷ്യം ബാങ്ക് വരുമ്പോൾ ഒരു ബാങ്കിന് ഇല്ലാത്ത ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ എക്സ്പെർട്ടൈസ് മറ്റു ബാങ്കിന്റെ ആ ടെക്നിക്കൽ നോളജ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ this will help the bank to make use of technical financial expertise of different banks in sanctioning big loan. Then reduced administration expenses. Sharing of expenses ആണ് participating banks. അപ്പൊ നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. Then profitability to smaller banks. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഈ ചെറിയ ചെറിയ ബാങ്കിന് ഇതിനകത്ത് ഒരു അംഗമാകാൻ പറ്റും. അവർക്കും ഇതിന്റെ ഇൻകം കിട്ടും. അങ്ങനെ ഒരു ഗുണം കൂടി ഇവർക്കുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് കൺസോർഷ്യം ബാങ്കിന്റെ അഡ്വാൻറ്റേജ്? ലിമിറ്റഡ് റിസോഴ്സസ് റിക്വയർഡ്, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് റിസ്ക്, ബെനിഫിറ്റ് ഓഫ് ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ എക്സ്പെർട്ടൈസ്, റെഡ്യൂസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, പ്രോഫിറ്റബിലിറ്റി ടു സ്മോളർ ബാങ്ക്സ്. ഓക്കെ, താങ്ക് യു.